പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഒരു പക്ഷേ നിലാവ് കണ്ടാൽ നാളെ മുഹറം 1 ആയിരിക്കും. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ മുഹറം 1 പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ സമയത്ത് അതായത് ഇന്ന് മഗ്‌രിബോടുകൂടി പിറ കണ്ടാൽ മുഹറം 1 ആണെന്നറിഞ്ഞാൽ ഒരു മുസ്ലിം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി പറയേണ്ട 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ അവൻ എന്തായാലും ശ്രദ്ധിക്കണം. ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ട് മുഹറം 1 ആണെന്നറിഞ്ഞാൽ 3 കാര്യം ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? വിശദമായി കേൾക്കാം. മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ഒരുപാട് നന്മകൾ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് 360 വട്ടം ആയത്തുൽ കുർസിയെ ഓതുക എന്നുള്ളത്. ഇത് നമ്മുടെ മുൻപ് ഒരുപാട് തലമുറയായി ചെയ്തു വരുന്നൊരു അമലാണ്. അപ്പോൾ ഈ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാൻ ആരാണ് നമ്മളോട് പറഞ്ഞത്? ഇത് ഓതിയാലുള്ള നേട്ടം എന്താണ്? ആയത്തുൽ കുർസിയെ 360 പ്രാവശ്യം ഓതണമെന്ന് പറഞ്ഞു. എത്ര സമയം കൊണ്ടാണ് തീർക്കേണ്ടത്? ആയത്തുൽ കുർസി ഓതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന നേട്ടമെന്ത്? വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഒരുപാട് ഉമ്മമാര് വിഷമത്തിലാണ്. എന്താ ഉസ്താദെ, ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾക്ക് ആയത്തുൽ കുർസി ഓതാൻ പറ്റുമോ? അതിന് കൃത്യമായ മറുപടി ഇന്നത്തെ ഈ ഒരു മജ്‌ലിസിൽ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസിയുടെ പിറകിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി ഈ ആയത്തുൽ കുർസിയെ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നമ്മൾ ഓതുന്നതിന് മുമ്പ് ഈ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഓതാൻ ഒരുപാട് ഉഷാറായിരിക്കും. ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം, വാഹനത്തിൽ കയറുമ്പോൾ ആയത്തുൽ കുർസി ഓതണം, ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതണം, കച്ചവടത്തിന് കടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. എന്താ ഓതിയാൽ കിട്ടുന്ന നേട്ടം? ദേ കേട്ടോളൂ. വിശദമായി ഒരുപാട് നേട്ടമുണ്ട്. എല്ലാം വിശദമായി നമ്മൾക്ക് കേൾക്കാം. അവസാനം വരെ വീഡിയോ കാണണേ. അല്ലാഹു തആല വലിയ പ്രതിഫലം നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്, രോഗങ്ങളാണ്. ഉസ്താദേ, എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഞങ്ങൾക്ക് ഈ പ്രയാസം മാറ്റാത്തത് എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ദുആ വസിയത്ത് പറയുന്നു. ഒരുപാട് പേര് ദുആ വസിയത്ത് കമൻ്റായി എഴുതുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ദുന്യാവിൽ ഒരു ജയില് പോലെയാണ്. അവനക്ക് അവിടെ പ്രശ്നമുണ്ടാകും, ഇവിടെ പ്രശ്നമുണ്ടാകും, രോഗമുണ്ടാകും, എന്തെങ്കിലും ഒരു ദുഃഖം അള്ളാഹു തന്നുകൊണ്ടിരിക്കും. അതൊരു മുഅ്മിനായ ആളുടെ അടയാളമാണ്. എല്ലാ തരത്തിലുള്ള സുഖവും ആഡംബരവും കിട്ടിയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യന് വിജയം വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദുഃഖവും പ്രയാസമൊക്കെ അത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ആഖിറത്തിലേക്ക് നമുക്ക് നൽകുന്ന വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുക. അതിൽ ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നൊക്കെ വലിയ സലാമത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കുക. അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ദുൽഹിജ്ജ മാസം 29ാമത്തെ ദിവസമാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നാളെ മുഹറം 1 ആയിരിക്കും. സ്നേഹമുള്ള എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ, ഈ പറയുന്ന ഞാനുൾപ്പെടെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും ഒന്ന് തയ്യാറാവുക. ഒരു അല്പം നേരത്തെ നമ്മൾ വുളു എടുത്തിട്ട് നമ്മൾ നിസ്കാര പായിലേക്ക് കിടക്കുക. ഉപ്പമാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക. അവിടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്ർ അതിപ്രധാനപ്പെട്ട ദിക്റാണ്. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. മാത്രമല്ല മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ദിക്ർ പരമാവധി അധികരിപ്പിച്ചിട്ട് നമ്മൾ ദുആരക്കുക. കാരണം ഈ വർഷത്തെ അവസാനത്തെ ദുആയാണിത് നമ്മുടെ, അല്ലേ? ഹിജ്റ വർഷം 1445 ദുൽഹിജ്ജ മാസം 29. ഒരുപക്ഷെ ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പിന്നെ ഈ വർഷം വിട പറഞ്ഞു. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദുആയാണ്.
ദുആയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ കഴിഞ്ഞു പോകുന്ന ഈ ഒരു ഹിജ്റ വർഷം ഒരുപാട് നന്മ ചെയ്തു അല്ലാഹു ഞങ്ങളെല്ലാവരും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് തസ്ബീഹൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് തിന്മകൾ പറ്റിയിട്ടുണ്ട്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. നമ്മളിങ്ങനെ ദ്വാരക്കുക. മാത്രമല്ല ഇന്നത്തെ മഗ്രിബ് നിസ്കാരം, അതുപോലെ ഇശ, നാളത്തെ സുബഹി ഒക്കെ നമ്മൾ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക. ഇനി പള്ളി പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യ ഉണ്ടാകും, ഉമ്മ ഉണ്ടാകും, മക്കളുണ്ടാകും, അവരോടൊപ്പം ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ജമാഅത്തിന്റെ കാര്യം മറന്നു പോവണ്ട. അതുപോലെ തന്നെ നമ്മൾ എല്ലാ അറബി മാസം എന്നൊക്കെ കടന്നു വരുന്നു അന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു ദുആയുണ്ട്. അതായത് ഒരു അറബി മാസം നമ്മൾ നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ നിലാവ് കണ്ടു എന്ന് അറിഞ്ഞാൽ ഒരു ദുആ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഏതാണ് ആ ദുആ? അതായത് ഇഹ്യാ ഉലൂമുദ്ദീൻ, മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ ഫദ്ല് വിശാലമായി ലഭിക്കുന്ന രാത്രികൾ, ആ രാത്രികളിൽ പ്രത്യേകം അമൽ ചെയ്യൽ സുന്നത്താണ്. അള്ളാഹുവിൻ്റെ ഫദ്ല്, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു സഹായം അതൊക്കെ കിട്ടുന്ന രാത്രികളിൽ പ്രത്യേകം അമൽ ചെയ്യൽ സുന്നത്താണ്. അങ്ങനെയുള്ള ഒരു രാത്രിയാണ്, അങ്ങനെയുള്ള ഒരു രാവാണ് മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രി. അതായത് ഇന്ന് മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി എന്തായാലും അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് ഫളില് കൊടുക്കും, അള്ളാഹുവിൻ്റെ സഹായം കൊടുക്കും, ഔദാര്യം കൊടുക്കും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഒന്നുകൊണ്ടും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ഉമ്മമാര് ഉപ്പമാര് പ്രത്യേകം ഹയാത്താക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് നമ്മൾ സാധാരണ രാത്രി ചെയ്യുന്നതിനേക്കാൾ ഒരു അല്പം കൂടുതൽ ഇബാദത്ത് ഈ ഒരു രാത്രി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇശാ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്, പിന്നെ അവ്വാബീൻ എന്ന 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശായുടെ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശായിൻ്റെ ഫർളിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്, പിന്നെയോ വിത്ർ നിസ്കാരം നമുക്ക് നിസ്കരിക്കാം, പിന്നെ ഒരു അല്പം കിടന്നു ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാം. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ രാത്രി ചെയ്യാൻ പറ്റിയതാണ്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ചെയ്യേണ്ട പ്രത്യേക ദിക്റും സ്വലാത്തും തസ്ബീഹെല്ലാം നമുക്ക് ഇന്നത്തെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ ചാനലിൽ ഉണ്ടാകും. എല്ലാവരും ഇന്നത്തെ ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ പരസ്പരം ആശംസ പറയലും മുസാഫഹത്ത് ചെയ്യലും ഒക്കെ പ്രത്യേകം സുന്നത്താണ്. മുഹറം മാസം വരുമ്പോൾ പുതിയൊരു വർഷമാണല്ലോ. അപ്പോൾ കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. അതൊരു നമ്മൾ ആശംസ പറയലാണ്. നമ്മളിപ്പോൾ പെരുന്നാളിന് പറയുമല്ലോ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. അത് ഈ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലും നമുക്ക് പറയാം. മറ്റുള്ളവർക്ക് നമുക്ക് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാം. മെസ്സേജ് അയക്കുന്നവർക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാം. ഇത് മുഹറം വരികയാണ്, അതുപോലെ ഹാപ്പി മുഹറം അങ്ങനെയൊന്നും വേണ്ട. ഹാപ്പി മുഹറം, ഹാപ്പി ഇസ്ലാമിക് ന്യൂ ഇയർ അങ്ങനെയൊന്നുമല്ല. ഇതുപോലെയുള്ള ദുആകളാണ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. കാരണം ഒരു പുതിയ വർഷം വരികയാണ്. പിന്നെ മാത്രമല്ല ഒരു മനുഷ്യൻ പിറ കണ്ടാൽ, അതായത് പിറ കാണുന്നവൻ ആരാണ്, ഇപ്പൊ കാപ്പാട് പിറ കണ്ടു എന്നൊക്കെ പറയൂലേ, അപ്പൊ ആരാണോ കണ്ണുകൊണ്ട് ആ ഒരു നിലാവ് ആ ഒരു പിറ കാണുന്നത് അയാൾ പ്രത്യേകം പറയൽ സുന്നത്താണ്. എന്ത്? അല്ലാഹുമ്മ ജഅൽഹു ഹിലാലൻ യുംനിൻ വറുഷ്ദിൻ ആമൻതു ബില്ലദീ ഖലഖക ഫഅദലക തബാറകല്ലാഹു വഅഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയൽ അയാൾക്ക് സുന്നത്താണ്. പിന്നെ ഇതല്ലാതെ നമ്മളെല്ലാവരും മുഹറം മാസത്തിൻ്റെ പിറ കണ്ടു, ഇന്ന് മുഹറം 1 മുഹറത്തിൻ്റെ പ്രഥമ രാത്രിയാണെന്ന് ഇന്നത്തെ മഗ്രിബോടുകൂടി നമ്മൾ അറിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പിലൂടെ നമ്മൾ വായിക്കുന്നതാവാം അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതാവാം, എന്താണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയണം? അല്ലാഹു അക്ബർ, اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. ഇതൊന്ന് പറഞ്ഞേ. ഇത് ഇന്നത്തെ മഗ്രിബോട് കൂടി പിറ കണ്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കാണണം കേട്ടോ. ഈ ഒരു ദിക്ർ പ്രത്യേകം പറയണം. ഏത്? അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്
എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, പരിശുദ്ധമായ ഒരു മാസം ഞങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാകുന്നു വലിയവൻ, നീയാകുന്നു ഏറ്റവും വലിയവൻ. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി. അല്ലാഹുവേ, പുതിയൊരു മാസം വന്നിരിക്കുകയാണ്. ഈ മാസം ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സമാധാനത്തിൻ്റെ, രക്ഷയുടെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന, ഞങ്ങൾക്ക് തൗഫീക്കുകൾ, ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാക്കി ഇതിനെ നീ മാറ്റണേ അല്ലാ എന്നാണ് നമ്മൾ ആ പറയുന്ന ദുആഇന്റെ അർത്ഥം. എന്നിട്ടോ പിറ കണ്ടാൽ ഈ ദുആ പറയുക. അതിനുശേഷം ഒരു സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. ഏത് സൂറത്താണ്? സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്. കിതാബ് കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ പിറ കണ്ടു എന്ന വാർത്ത കേട്ടാൽ ഈ ദുആ പറയുക, അതിനുശേഷം സൂറത്തുൽ മുൽക്ക് ഓതുക. സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന, മഹാനായ ഇമാം സുബ്കി തങ്ങൾ പറയുകയാണ്, ചന്ദ്രമാസത്തിൽ 29-30 ദിവസങ്ങളായിരിക്കും. അതായത് അറബി മാസം ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുണ്ട്. അതുകൊണ്ട് ഈ 30 ആയത്ത് നമ്മൾ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓതിയാൽ ആ 30 ദിവസവും അള്ളാഹുവിൻ്റെ ബറക്കത്തും റാഹത്തും ഇസ്സത്തും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ഉണ്ടാകുന്നതാണ്. എപ്പോഴും നമുക്കൊരു ഖൈറ്, ഒരു ബറക്കത്ത്, അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക സഹായം എപ്പോഴും ഉണ്ടാകും, എല്ലാവിധത്തിലുള്ള ശാന്തതയും ഉണ്ടാകും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്തുൽ മുൽക്ക് ഓതൽ പതിവാക്കിയിരുന്നു. ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള രക്ഷ കിട്ടാനൊക്കെ ഈ സൂറത്ത് നമ്മൾ പതിവാക്കൽ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരിട്ട് ചന്ദ്രനെ കാണണം അങ്ങനെയൊന്നുമില്ല. ഒരാൾ പറയുന്നത് കേട്ടാലും നമുക്ക് ഈ പറയപ്പെട്ട സുന്നത്തുകൾ ചെയ്യാവുന്നതാണ്. ഇനി ഒരാൾ ഇന്നത്തെ രാത്രി അറിഞ്ഞില്ല, ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു എന്ന് അറിഞ്ഞില്ല, ഇന്ന് മുഹറം 1 അറിഞ്ഞില്ല, നാളെ പകലാണ് അറിഞ്ഞത്, ഇന്നലെ നിലാവ് കണ്ടിരുന്നു, ഇന്ന് മുഹറം 1 എന്ന് എപ്പോഴാണോ അയാൾ അറിയുന്നത് ആ സമയത്ത് ഈ ഒരു ദുആയും സൂറത്തുൽ മുൽക്ക് ഓതലും പ്രത്യേകം നല്ലതാണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം മാസം ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഇന്ന് മുഹറം 1 അറിഞ്ഞാൽ പ്രത്യേകമായി നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു എന്ന് അറിഞ്ഞ സമയം മുതൽ നാളെ മഗ്‌രിബിന് മുമ്പ് വരെ, നാളെ അസറിൻ്റെ സമയം വരെയുള്ള ആ ഒരു ടൈമുണ്ട്. അപ്പോൾ 113 പ്രാവശ്യം എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതൽ പ്രത്യേകം നല്ലതാണ്. കാരണം ഒരുപാട് ശ്രേഷ്ഠത അതിനുണ്ട്. 19 അക്ഷരമാണ്. ഈ 19 അക്ഷരങ്ങളും നമ്മൾ എഴുതേണ്ടത് സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ കൂട്ടിയാണ് എഴുതുന്നത്. അങ്ങനെ കൂട്ടി അല്ല എഴുതേണ്ടത്, മറിച്ച് പിരിച്ച് ഓരോ അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. 19 അക്ഷരമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനുള്ളത്. ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതുക. ഫത്ഹ, കിസ്ർ, ദമ്മ് ഇടാൻ പാടില്ല, അതുപോലെ കൂട്ടി എഴുതാൻ പാടില്ല. ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, ഉസ്താദേ ഈ ബിസ്മി എഴുതുമ്പോൾ മെൻസസ് ആയ ഉമ്മമാർ, മെൻസസ് ആയ സഹോദരിമാർക്ക് എഴുതാൻ പറ്റുമോ? മെൻസസ് ആയ സഹോദരിമാർക്ക്, നിസ്കാരമില്ലാത്തവർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതാം. പക്ഷേ ഏറ്റവും നല്ലത് വീട്ടിൽ ശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കലാണ്. അതായത് പുരുഷന്മാരുണ്ടെങ്കിൽ അവരെഴുതട്ടെ. പിന്നെ അതല്ലാതെ സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കളുണ്ടാകും, ചെറിയ മക്കൾ അവരെഴുതിയാലും മതി. ഇത് പ്രായപൂർത്തിയായവർ തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് വകതിരിവായ, അതായത് കുഞ്ഞു കുട്ടികളല്ല, വകതിരിവായ നമ്മുടെ മക്കളുണ്ടല്ലോ അവരെ ഏൽപ്പിച്ചാലും മതി. ഇത് തീരെ ആരുമില്ല, വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, അവർക്കാണെങ്കിൽ ആ സമയത്ത് അശുദ്ധിയാണ് എങ്കിൽ അവർക്ക് എഴുതാം. എഴുതുന്ന സമയത്ത് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എഴുതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ വുളുവോടുകൂടി എഴുതലാണ് വേണ്ടത്. അപ്പോൾ ഈ നിസ്കാരമില്ലാത്ത സഹോദരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ വുളു എടുക്കേണ്ട കാര്യം അവിടെയില്ല, വുളു എടുക്കാൻ പാടില്ല. മെൻസസ് ആയ സഹോദരിമാർ വുളു എടുക്കേണ്ട ആവശ്യം അവിടെയില്ല. അവർക്ക് വുളു എടുത്തിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഖുർആൻ ഓതാൻ പറ്റില്ല, ഖുർആൻ തൊടാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് വുളു എടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ കിടക്കാൻ നേരത്ത് വുളു എടുക്കുമല്ലോ. കിടക്കാൻ നേരത്ത് നിങ്ങൾ സ്ഥിരമായി വുളു എടുക്കുന്നവരാണെങ്കിൽ മെൻസസിൻ്റെ സമയത്ത് വുളു എടുത്തില്ല എങ്കിലും വുളു എടുത്ത കൂലി അള്ളാഹു തരും. അപ്പോൾ വുളു എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, പരമാവധി അങ്ങനെ അശുദ്ധിയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ്, എഴുതാൻ ഏൽപ്പിക്കലാണ് വേണ്ടത്. ഇനി ആരും എഴുതാനില്ലെങ്കിൽ
അല്ലെങ്കിൽ അവർക്ക് ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ആ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നമ്മൾ എഴുതേണ്ട രൂപത്തിൽ എഴുതാം. ആ സമയത്ത് അവർ വുളു എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വുളു എടുത്തിട്ട് എഴുതലാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് നിങ്ങൾ വുളു ഇല്ലാതെ എഴുതിയാൽ മതിയാകുന്നതാണ്. അതുപോലെ മറ്റൊരു സംശയം, പഴയത് എഴുതി വെച്ചത് എന്ത് ചെയ്യും? അത് അവിടെ ഇരുന്നോട്ടെ. അതൊരു ചെറിയ പേപ്പർ കഷ്ണമല്ലേ, അത് നമ്മുടെ വീടിന് ചുമക്കാൻ പറ്റാത്തതൊന്നുമല്ലല്ലോ, അത് അവിടെ ഇരുന്നോട്ടെ. ഇനി അവിടെ ഇരുന്ന് അത് നശിച്ചു പോകുമെന്നാണെങ്കിൽ അത് നമുക്ക് കരിച്ച് കളയാവുന്നതാണ്. പറ്റുമെങ്കിൽ ആ ചാരമെടുത്ത് ശുദ്ധജലത്തിൽ ഒഴുക്കിക്കളയലാണ്. കുളമുണ്ടെങ്കിൽ കുളം, അല്ലെങ്കിൽ കിണറിലുണ്ടെങ്കിൽ കിണറിൽ ഇട്ട് കളഞ്ഞാൽ അത് ഹൈറാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതിനെപ്പറ്റി വിശദമായി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. അതുപോലെ തന്നെ മുഹറം മാസം കടന്നു വന്നാൽ അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച ഈ ഒരു മാസത്തിൽ നമ്മൾ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു വലിയൊരു അമലാണ് 360 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. വിശുദ്ധമായ ഖുർആനിൻ്റെ രാജാവ്, ആയത്തുകളുടെ നേതാവ് എന്നൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് കണ്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മക്കയിലെ മുഫ്തിയായിരുന്ന അഹ്മദ് സൈനി ദഖ്ലാൻ എന്ന വലിയ ഒരു മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ അവർകൾ പറയുന്നു, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ അതിനുശേഷമുള്ള പകലിലോ, അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി നാളത്തെ പകൽ, ഈ ഒരു സമയത്ത്, അതായത് നാളെ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതായത് ബിസ്മിയോടുകൂടി 360 പ്രാവശ്യം ഒരാൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ആ വർഷം, അതായത് ഇത് ഓതുന്ന വർഷം പിശാചിൽ നിന്നുള്ള കാവൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നതാണ്. മാത്രമല്ല അവനിക്ക് അല്ലാഹു തആല 20ലധികം വലിയ വമ്പൻ പ്രതിഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണുവാൻ പറ്റും. മാത്രമല്ല ഒരാൾ 360 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ഓതി അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ദുആയുണ്ട്, ആ ദുആയും കൂടി പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് എന്താ കൊടുക്കുന്നത്? പിശാചിൽ നിന്നുള്ള കാവൽ. അത് നമ്മൾ പറഞ്ഞു. മാത്രമല്ല അവൻ ഈ വർഷം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ അതിലെല്ലാം അല്ലാഹുവിൻ്റെ സഹായവും എല്ലാത്തിൽ നിന്നുള്ള നിർഭയത്വം, പേടി അല്ലെങ്കിൽ അസൂയ, കുശുമ്പ്, സിഹ്ർ വെക്കുക, അസൂയ വെക്കുക, എല്ലാത്തിൽ നിന്നുള്ള ഒരു നിർഭയത്വം ഉണ്ടാകും, മലക്കുകളുടെ കാവലുണ്ടാകും, അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നുള്ള ശമനമുണ്ടാകും എന്നൊക്കെ കിതാബ് കൻസുൻ നജാഹി വസ്സുറൂർ എന്നതിൽ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി നമുക്കറിയാമല്ലോ, ഖുർആനിൻ്റെ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ. ആയത്തുൽ കുർസി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ സിറ്റൗട്ടിൽ വെച്ചിട്ടുണ്ടാകും ഒരു ആയത്തുൽ കുർസി എഴുതിയ ഒരു ഫലകം വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഹോളിൽ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാകും ആയത്തുൽ കുർസി എഴുതിയ ഒരു വലിയ ഒരു എന്താ പറയുക പേപ്പറോ അല്ലെങ്കിൽ വലിയൊരു ഫ്രെയിം ചെയ്ത ഒന്ന് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഗുണമില്ലെന്നല്ല, ഗുണമൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ ആയത്തുൽ കുർസി നാവ് കൊണ്ട് ഓതണം. സൂറത്തുൽ ബഖറയിൽ എന്ന് മാത്രമല്ല, സൂറത്തുൽ ബഖറയുടെ നേതാവും ഖുർആനിലെ അതിശ്രേഷ്ഠമായ 6666 ആയത്തുകളിൽ അതിപ്രധാനപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. 9 ഖണ്ഡികകൾ അടങ്ങിയ ഈ ആയത്തിൽ അല്ലാഹു തആല ഒരുപാട് അത്ഭുതങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല ഈ ആയത്തുൽ കുർസിയിൽ വെച്ചിട്ടുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ആയത്തുൽ കുർസിയെ പറ്റി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകൾ അല്ലാഹുവിൻ്റെ റസൂലിന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. പല ആയത്തുകളും അല്ലാഹുവിൻ്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്ക് വന്നാണ് ഓതി കൊടുക്കുക, ഇറക്കി കൊടുക്കുക. എന്നാൽ ആയത്തുൽ കുർസി അല്ലാഹു തആല ലോകത്തിലേക്ക് ഇറക്കിയ സമയത്ത് 70,000 മലക്കുകളുടെ അകമ്പടിയോട് കൂടി ഈ ആയത്തുൽ കുർസിയെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയ ആയത്തുൽ കുർസി അത് വെറും നിസാരമായ ആയത്തല്ല, അത് അതിശ്രേഷ്ഠമായ ഫളീലത്ത് ഒരുപാടുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഈ ആയത്തുൽ കുർസിയെ 360 പ്രാവശ്യം ഓതണമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അതാണ്. കാരണം അത്രമാത്രം ശ്രേഷ്ഠതയും ഫളീലത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് എന്തിൽ? ആയത്തുൽ കുർസിയിൽ. ആയത്തുൽ
കുർസിൻ്റെ പുറകിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ. ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളീലത്തൊക്കെ പറയുന്ന നിരവധി ചരിത്രങ്ങളുണ്ട്. ചരിത്രത്തിലേക്ക് എന്തിനാ പോകുന്നത്? നമുക്ക് തന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് ഷിഫാ കിട്ടിയ, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതിയിട്ട് മാറിയ എത്രയോ രോഗങ്ങളുണ്ടാകും, എത്രയോ അസ്വസ്ഥതകളുണ്ടാകും. ചെറിയ എല്ലാത്തിനും മരുന്നാണ് അല്ലേ? കോമൺ മെഡിസിനാണ് എന്ത്? ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ. പനി വന്നാൽ അല്ലേ, നമുക്കൊരു രോഗം വന്നാൽ, എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക കണ്ണേറ് പോലെ അല്ലെങ്കിൽ സിഹർ പോലെ എന്ത് വന്നാലും, ഏത് ഉസ്താദിൻ്റെ അടുക്കൽ പോയാലും, ഏതാളുടെ അടുക്കൽ പോയാലും അയാളൊക്കെ ഓതുന്നതും അയാളൊക്കെ ഓതാൻ പറയുന്നതും ആയത്തുൽ കുർസിയാണ് അല്ലേ? ആയത്തുൽ കുർസിയാണ്. അപ്പോൾ ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത അതിപ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ പോവുകയാ. ഉമർ തങ്ങൾ ഒരു വഴിയിലൂടെ വന്നാൽ അതേ വഴിയിലൂടെ ശൈത്വാൻ പോകില്ല എന്നാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഉമർ തങ്ങൾ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയുടെ ഒരു മൂലയിൽ ഒരു ശൈത്വാൻ നിൽക്കുകയാണ്. ഉമർ തങ്ങൾക്ക് അത് കാണാൻ പറ്റും. അല്ലാഹു കാണിച്ചു കൊടുത്തു. ചോദിച്ചു ഉമർ തങ്ങൾ, നീ ശൈത്വാനല്ലേ? അന്ത ശൈത്വാൻ, നീ ഒരു ശൈത്വാനല്ലേ? നീ ഒരു പിശാചല്ലേ? അതെ, ഞാനൊരു പിശാചാണ്. എന്തേ ഇവിടെ നിൽക്കുന്നത്? എന്തേ ഇവിടെ നിൽക്കുന്നത്? ഉമറേ, നിന്നെ പേടിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തിനാണ് എന്നെ പേടിക്കുന്നത്? ആ സമയത്ത് ആ ശൈത്വാൻ പറഞ്ഞത്, ഉമറേ, നീ എപ്പോഴും നീ ആയത്തുൽ കുർസി ഓതുന്നവനല്ലേ? ആയത്തുൽ കുർസി ഓതുന്ന ഒരാളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ആ ശൈത്വാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചരിത്രം മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട്, ഒരുപാട് തഫ്സീറുകളുണ്ട്, അതിലൊക്കെ കാണാൻ പറ്റും. പിന്നെയോ ഒരു സ്വഹാബി പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ദുആ ചെയ്യുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ദുആരക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാ നബിയേ? എനിക്ക് വിവാഹപ്രായമെത്തി, ഇതുവരെ ഒരു വിവാഹം ശരിയായിട്ടില്ല. പിന്നെ മറ്റൊരിക്കൽ ഈ സ്വഹാബിയെ അള്ളാഹിൻ്റെ ഹബീബ് കണ്ട് ചോദിച്ചു, വിവാഹം കഴിക്കുന്നില്ലേ നബിയെ? എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പൈസയില്ല, ധനമില്ല, അതിനുള്ള സംവിധാനങ്ങളില്ല. വീണ്ടും കണ്ടപ്പോൾ, വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ സ്വഹാബിയെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, നീ വിവാഹം കഴിക്കുന്നില്ലേ? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്, കല്യാണം കഴിക്കുന്നില്ലേ? ആ സമയത്തും ആ സ്വഹാബി പറഞ്ഞത്, നബിയെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് മഹർ കൊടുക്കാനോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്താനോ പൈസ ഇല്ല, സമ്പത്തില്ല. ആ സമയത്ത് ഒരൊറ്റ വാക്കാൻ നബി തങ്ങൾ പറഞ്ഞത്, എന്ത്? നീ ഇന്ന് മുതൽ ആയത്തുൽ കുർസിയെ മുറുകെ പിടിക്കുക, ആയത്തുൽ കുർസി മുറുകെ പിടിക്കുക. അങ്ങനെ ആ സ്വഹാബി ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങി. ഒരുപാട് നാൾ ഓതി അവസാനം ആ ഒരു സ്വഹാബിക്ക് വിവാഹം നടക്കുകയും ഒരുപാട് സന്താനങ്ങൾ അതിലുണ്ടായി, അള്ളാഹുവിൻ്റെ ബറക്കത്ത് അതിലുണ്ടായി എന്നൊക്കെ നമുക്ക് തഫ്സീറിലൊക്കെ കാണുവാൻ പറ്റും. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഒരുപാട് ശ്രേഷ്ഠത. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ഓരോ തഫ്സീറിലും വ്യത്യസ്തമായ ശ്രേഷ്ഠതയാണ്, ആയത്തുൽ കുർസിൻ്റെ വ്യത്യസ്തമായ ശ്രേഷ്ഠതയാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്ന സമയത്തൊക്കെ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് പോകുന്നതെങ്കിൽ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെയോ ഒരാൾ അവൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുന്ന സമയത്ത്, അതായത് കടയിലേക്ക് കയറുമ്പോൾ ആയത്തുൽ കുർസി പറഞ്ഞിട്ടാണ് അവൻ കയറുന്നത്. വീട്ടിലേക്ക് കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പറഞ്ഞിട്ടാണ് ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവനിക്ക് അള്ളാഹു അവൻ്റെ പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ മാറ്റിത്തരും. ഇതൊക്കെ പറയുമ്പോൾ, ഉസ്താദേ, ഒരുപാട് ഉമ്മമാരും ഒരു സങ്കടത്തിലാണ്, ഞങ്ങൾക്ക് ഓതാൻ പറ്റുമോ? ആയത്തുൽ കുർസിയല്ലേ, ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഇപ്പോൾ മെൻസസായ സമയമാണ്, അതുകൊണ്ട് ആയത്തുൽ കുർസി ഓതാൻ പറ്റുമോ? എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്കും ഓതാം, 360 പ്രാവശ്യം ഓതാം. ഒരൊറ്റ കണ്ടീഷൻ, എന്ത്? ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതുക. ആയത്തുൽ കുർസി ഒരു ദിക്റാണ്, ഞാനിപ്പോൾ ഓതുന്നത് ഒരു ഖുർആൻ ആയത്തായിട്ടല്ല, ഒരു ദിക്റായിട്ടാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ ആയത്തുൽ കുർസി ഓതാൻ തുച്ഛമായ സമയം മതി. നമ്മൾ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതി. ഇനി ഒരാൾക്ക് 360 പ്രാവശ്യം ഓതാൻ പറ്റിയില്ല എങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന എണ്ണം ഓതുക. പറ്റുന്ന എണ്ണം ഓതിയിട്ട് അവൻ ഈ ഓതിയ ആയത്തുൽ കുർസി അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാനും ആ ഒരു ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠതയും ഫദിലും അവൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള മാസങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷത്തിലും ഉണ്ടാവാൻ പ്രത്യേകം ഒരു ദുആ നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇത് നമുക്ക് കാണാതെ തന്നെ ഓതണമെന്നില്ല, കണ്ടു ഓതിയാലും മതിയാകുന്നതാണ്. നമുക്കൊന്നുകൂടി ഓതിയാലോ? اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഒന്നുകൂടി اللهم يا محول الأحوال. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, അവസ്ഥകൾ നന്നാക്കുന്ന റബ്ബേ, എൻ്റെ ഹാല്, എൻ്റെ അവസ്ഥ നീ നന്നാക്കി തരണേ അല്ലാഹുവേ. പടച്ചവനെ, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ഖുവത്ത് കൊണ്ട്, അതുപോലെ തന്നെ നിന്റെ നല്ല അവസ്ഥ കൊണ്ട് എൻ്റെ അഹ്വാലുകൾ, അതായത് ഈ വർഷം മുഴുവനും എൻ്റെ അവസ്ഥകൾ നീ നന്നാക്കി തരണേ അല്ലാ. അത് കഴിഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദുആയാണിത്. ആയത്തുൽ കുർസി 360 പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലോ പറഞ്ഞിട്ട് ഈ ദുആ പറയുക. പിന്നെയോ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത നിസ്കാരം വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ അവൻ ചെയ്തു പോകുന്ന ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല 70-ൽ പരം ദർജകൾ അല്ലാഹു തആല അവനക്ക് ഉയർത്തി കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതുന്നു എപ്പോൾ? വുദൂഇന് ശേഷം ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ആഖിറത്തിൽ ഒരുപാട് ദർജകൾ കൊടുക്കുമെന്നും കിതാബുകളിൽ കാണാം. ഒരു മനുഷ്യൻ വീട്ടിൽ വെച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ 30 ശൈത്വാന്മാരെ അവൻ്റെ വീട്ടിൽ നിന്നും അല്ലാഹു ആട്ടി അകറ്റുന്നതാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കപ്പായിൽ നമ്മൾ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയം വരെ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാകുമെന്നും നമുക്ക് കാണാം. പിന്നെയോ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ വെച്ച് 40 വട്ടം ആയത്തുൽ കുർസി ഓതിയാൽ 40 ദിവസം കണ്ണേറ് സിഹിർ അവനക്ക് ഏൽക്കില്ല എന്നും നമുക്ക് ഇതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന കിതാബുകൾ നമുക്ക് കാണുവാൻ പറ്റും. പിന്നെയോ ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ കൈകൊണ്ട് എഴുതിയാൽ, കടയിൽ നിന്ന് വാങ്ങിക്കലല്ല, കൈകൊണ്ട് ആയത്തുൽ കുർസി ഒരാൾ എഴുതി ആ പേപ്പർ സൂക്ഷിക്കുകയാണ്, വീട്ടിലോ കച്ചവട സ്ഥാപനത്തിലോ സൂക്ഷിക്കുകയാണെങ്കിൽ ആ എഴുതുമ്പോൾ ഇഖ്ലാസോടെ തഖ്വയോട് കൂടിയാണ് അയാൾ എഴുതുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കാണാം. എന്ത്? ആ കടലാസ് ഇരിക്കുന്ന കാലത്തോളം അല്ലാഹു തആല ഹിഫ്ളിൻ്റെ, കാവലിൻ്റെ മലക്കുകളെ ആ വീട്ടിലും അതുപോലെ തന്നെ അത് ആരാണോ എഴുതിയത് അവനെയും അല്ലാഹു തആല ഒരു അപകടത്തിൽ പെടാതെ സംരക്ഷിക്കാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നതാണ്. പിന്നെയോ ഒരുപാടുണ്ട്. ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് മാത്രമല്ല അവൻ്റെ അയൽവാസികൾക്കും അല്ലാഹു തആല കാവൽ നൽകും, റഹ്മത്ത് നൽകുമെന്ന് നമുക്ക് കാണുവാൻ പറ്റും. പിന്നെയോ ഒരാൾ യാത്ര പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടാണ് പോകുന്നതെങ്കിൽ അയാൾ പോയി വരുന്നത് വരെ അല്ലാഹുവിൻ്റെ വലിയ സഹായമുണ്ടാകും. എന്തെങ്കിലും ആ യാത്രയിൽ തടസ്സമുണ്ടെങ്കിൽ അല്ലാഹു തആല ആയത്ത് ഓതുന്ന, വെറുതെ ഓതിയാൽ പോരട്ടെ, നല്ല ഈമാനോടെ നല്ല നിയ്യത്തോടു കൂടി ഓതണം. അങ്ങനെ ഓതിയാൽ അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും കാക്കുന്നതാണ്. ഇനി അഥവാ അള്ളാഹുവിൻ്റെ വിധി ആ ഒരു യാത്രയിൽ ഇയാൾ മരിക്കാനാണെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല 70-ൽ പരം ഷഹീദിൻ്റെ കൂലി നൽകുന്നതാണ്. ഇതൊക്കെ നമുക്ക് കിതാബിൽ കാണാം. ഒരുപാട് പ്രതിഫലങ്ങൾ ഇങ്ങനെ 1, 2, 3, 4, 5 എന്നൊക്കെ നമ്മൾ എണ്ണിയാൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. 7ാമത്തെ പ്രതിഫലം നമ്മൾ പറഞ്ഞു. ഇനി 8, അതായത് ഒരു മനുഷ്യൻ അവൻ്റെ മുറാദുകൾ ഹാസിലാവാൻ, മുറാദുകൾ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ ഒരാൾ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ, അതായത് പാതിരാത്രി തഹജ്ജുദിൻ്റെ സമയത്ത് അവൻ എഴുന്നേറ്റിട്ട് അവൻ ആയത്തുൽ കുർസി ഓതി എന്നിട്ട് അവൻ നല്ലതുപോലെ ദുആ ചെയ്താൽ, ഇവിടെ മഹത്തുക്കൾ പറയുന്നത് ആ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യം അയാൾ ആയത്തുൽ കുർസി ഓതി എന്നിട്ട് അവൻ നല്ലതുപോലെ ദുആരക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഹാസിലാക്കി തരണേ, എൻ്റെ മുറാദുകൾ നീ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരണേ എന്ന് ഒരാൾ ദുആ ചെയ്താൽ അവനിക്ക് അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്.
പിന്നെയോ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ മഹത്തുക്കൾ പറയുന്നു, അതായത് ഒരു മനുഷ്യൻ ഫർദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ നമ്മൾ ഓതാറുണ്ട്. നമ്മളിപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓതി, ഇനി ളുഹർ കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഗ്രിബ് കഴിഞ്ഞ് ഓതാറുണ്ട്. അങ്ങനെ ഓതുകയാണെങ്കിൽ അത് ഓതിയവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരൊറ്റ മറയുള്ളൂ, അത് മരണമാകുന്ന മറയാൻ. ആ മരണമാകുന്ന മറയൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിലേക്കാണ്. അതായത് സ്വർഗത്തിൻ്റെ അവകാശിയാവാൻ പറ്റും എന്ത് ആയത്തുൽ കുർസി നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ. പിന്നെയോ നമുക്ക് കാണാൻ പറ്റും, വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ജുമുഅ കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് ആ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 5 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി സലാം വീട്ടിക്കഴിഞ്ഞ് ഒരുപാട് സ്വലാത്തും അതുപോലെ തന്നെ ദുആയും അയാൾ ചെയ്താൽ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ അയാൾക്ക് സാധിക്കുന്നതാണ്. പിന്നെയോ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതി 500 വട്ടം ആയത്തുൽ കുർസി ഓതിയിട്ട് കുറച്ച് വെള്ളത്തിൽ അയാൾ മന്ത്രിക്കുന്നു. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് അയാൾ മന്ത്രിച്ച് ഊതിയിട്ട് കുടിക്കുകയാണെങ്കിൽ, വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ആപത്ത്, കണ്ണേറ്, സിഹർ, ബുദ്ധിമാന്യം, പേടി, അസൂയ, കുശുമ്പ്, മാനസികവും ശാരീരികമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകുന്നതാണ്. പിന്നെയോ ഇതൊക്കെ ഉസ്താദുമാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉസ്താദിനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യം പറഞ്ഞ് ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക, അതാണ് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെയോ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസിയെ തുടർച്ചയായിട്ട് ഓതണമെന്നില്ല, നമുക്ക് പറ്റുന്നത് പോലെ ഓതുന്നു. എത്ര പ്രാവശ്യം? 170 പ്രാവശ്യം ഓതി. എന്നിട്ട് അവൻ ദുആരക്കുന്നു. അവൻ്റെ മനസ്സിലുണ്ട്, അല്ലാഹുവേ, എന്താ മനസ്സിലുള്ളത്? എൻ്റെ കടം മാറ്റിത്തരണം. ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് ലോണുണ്ട്, ഒരുപാട് പ്രശ്നത്തിനാണ്, കടങ്ങൾ മാറ്റിത്തരണം. അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഒരാൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം? 170 വട്ടം ഓതിക്കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അവൻ ഓതിയത് അതിൻ്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. പിന്നെയോ ചെറിയ കുട്ടികൾ അവർ ഉറങ്ങുന്നതിന് മുമ്പ്, അവരെ അല്ലെങ്കിൽ ഉറക്കുന്ന സമയത്തൊക്കെ ആയത്തുൽ കുർസി ഓതിയിട്ട് അവരുടെ തലയിൽ ഊതുക, അവരുടെ ശരീരത്ത് ഓതുക. അവർ ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്ന ആ അവസ്ഥയെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടുന്നതാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ ഒരാൾ മരണപ്പെട്ട, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മയൊക്കെ മരണപ്പെട്ട നമ്മൾ യാസീൻ ഓതാറുണ്ട്. യാസീനും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി അത് ഹദിയ ചെയ്ത് ദുആരക്കാറുള്ളത്. ഇവിടെ നമുക്കൊരു കിതാബിൽ കാണുന്നത് ആയത്തുൽ കുർസിയും ഓതാമെന്നാണ്. ആയത്തുൽ കുർസിയും ഓതിയിട്ട് അല്ലാഹുവേ, ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ ഖബറിടത്തിലേക്ക്, അവരുടെ ഹദ്റത്തിലേക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ അവർക്ക്, അത് ആരാണോ ഓതിയത്, നമ്മൾ ഓതിയ നമുക്കും അതുപോലെ തന്നെ ഓതപ്പെട്ട അവർക്കും വലിയ കൂലി കിട്ടുന്നതാണ്. ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടുന്നതാണ്. മാത്രമല്ല നരകത്തിൽ നിന്നുള്ള കാവൽ കിട്ടും. സ്വർഗത്തിലേക്ക് വേഗം കടക്കാനൊക്കെ ഈ ആയത്തുൽ കുർസി കൊണ്ട് കാണുന്നത്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത, ഇവിടെ എണ്ണ വിട്ട് പറഞ്ഞിട്ടില്ല, അക്കമിട്ട് പറഞ്ഞിട്ടില്ല, ഒരുപാടുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 225-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിന്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാഹുവേ, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് റബ്ബേ, എല്ലാം നിയന്ത്രിക്കുന്നവനും നീയാണ് അല്ലാഹ്. പിന്നെയോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹുവേ, നിനക്ക് തൂങ്ങിയുള്ള ഉറക്കമോ ചെറിയ മയക്കമോ ഒന്നുമില്ല. നല്ലതുപോലെ ഉറക്കമോ തൂങ്ങി ഉറക്കമോ മയക്കോ ഉറക്കമോ ഒന്നും അല്ലാഹുവേ നിനക്കില്ല. പിന്നെ മൂന്നാമത്തെ സെക്ഷൻ, മൊത്തം 9 സെക്ഷനാണ്. മൂന്നാമത്തെ സെക്ഷൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശ ഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവേ നിനക്കാകുന്നു. ഈ ആകാശം, അതിലുള്ള മുഴുവൻ വസ്തുക്കളും, ഭൂമി, അതിലുള്ള വസ്തുക്കൾ എല്ലാം നിന്റേതാകുന്നു. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവേ, നിന്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് നിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ളത്? അതായത് നാളെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ അല്ലാഹു വിചാരണ ചെയ്യുമല്ലോ. ആ സമയത്ത് ചില ആളുകൾ, നമുക്ക് പ്രവാചകന്മാർ, അതുപോലെ തന്നെ വലിയ സ്വാലിഹീങ്ങളായ ആളുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അങ്ങനെ ശുപാർശ ചെയ്യണമെങ്കിൽ അല്ലാഹു തആലയുടെ അനുവാദം വേണം. അതാണ് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ അനുവാദം കൂടാതെ ഒരാൾക്കും ശുപാർശ ചെയ്യാൻ പറ്റില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അല്ലാഹുവേ, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതുമായ എല്ലാം നീ അറിയുന്നവനാകുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹുവേ, നിന്റെ അറിവുകളിൽ നിന്നും നിന്റെ ജ്ഞാനങ്ങളിൽ നിന്നും നീ ഉദ്ദേശിച്ചതല്ലാതെ ആരും അറിയില്ല. അല്ലാഹുവേ, നിന്റെ ഒരുപാട് അറിവുകൾ, നിന്റെ ജ്ഞാനം, അതിൽ നിന്നും നീ ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും ആരും അറിയില്ല.
പിന്നെയോ 7-ാമത്തെ കണ്ണിക വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അല്ലാഹുവേ നിന്റെ സിംഹാസനം ഈ ഒരു എന്താണ് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, കുർസി എന്ന വാക്കിന്റെ അർത്ഥം വസിഅ കുർസി, അതായത് അല്ലാഹുവിന്റെ സിംഹാസനം, വിശാലമായ സിംഹാസനം. ഈ ഒരു വാക്ക് ഈ ആയത്തിൽ വന്നതുകൊണ്ടാണ് ഇതിന് ആയത്തുൽ കുർസി എന്ന് പേര് വരാനുള്ള കാരണം. അല്ലാഹുവേ നിന്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചു കിടക്കുകയാണ്. 8-ാമത്തെ കണ്ണിക വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അല്ലാഹുവേ ആകാശവും ഭൂമിയും സംരക്ഷിക്കാൻ നിനക്കൊരു പ്രയാസവും ഇല്ല. അല്ലാഹു നിനക്ക് ആകാശവും ഭൂമിയും ഈ മനുഷ്യരെയൊക്കെ സംരക്ഷിക്കാൻ നിനക്കൊരു പ്രയാസവുമില്ല. പിന്നെയോ 9-ാമത്തെ കണ്ണിക വഹുവൽ അലിയുൽ അലീം, അല്ലാഹു നീ ഉന്നതനാണ്, നീ മഹാനാകുന്നു. ആയത്തുൽ കുർസിന്റെ ഏകദേശം അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ ഈ ആയത്തുൽ കുർസി ഓതണമെങ്കിൽ വുളു വേണോ? വുളു ഒന്നും വേണ്ട. ആയത്തുൽ കുർസി ഓതാൻ വുളു ഒന്നും വേണ്ട. നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിലും ആയത്തുൽ കുർസി ഓതാം. ആയത്തുൽ കുർസി ഓതുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കുക, നിസ്കാരമില്ലാത്തവരാണെങ്കിൽ ഇതൊരു ദിക്റാണ് ഞാൻ ഓതുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഓതാം. പിന്നെ ഓതുന്ന സമയത്ത് നല്ല ആത്മാർത്ഥത വേണം, നല്ല ഇഖ്ലാസ് വേണം, നല്ല തഖ്വയോടെ ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു എനിക്ക് തരണം, എൻ്റെ കുടുംബത്തിന് കൊടുക്കണം, ഇതിൻ്റെ പ്രതിഫലം എന്നിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും കൊടുക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമുക്കിത് ഓതാം. മാത്രമല്ല അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേര്, അള്ളാഹു 99 പേരെന്നുമല്ല ആയിരക്കണക്കിന് പേര് അള്ളാഹുവിനുണ്ട്, ആയിരക്കണക്കിന് പേരുകളുണ്ട്. അതിൽ 99 പേരുകൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ആ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹ് എന്ന പേര്, റഹ്മാൻ എന്ന പേര്, റഹീം എന്ന പേര്, മലിക് എന്ന പേര് തുടങ്ങി 18ഓളം ഇസ്മുകൾ, 18ഓളം പേരുകൾ ആയത്തുൽ കുർസിയിൽ പറയുന്നുണ്ട്. 18ഓളം പേരുകളാണ് ആയത്തുൽ കുർസി പറയുന്നത്. വിശുദ്ധമായ ഖുർആനിൽ 2 ആയത്തുകൾ, ഒന്ന് ആയത്തുൽ കുർസി, രണ്ടാമത്തേത് സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്ത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ 2 ആയത്തുകളിലുമാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ 18 പേര് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ 18 ഇസ്മു പറയുന്നുണ്ട്. അതുപോലെ ഈ ലൗ അൻസൽന ആ ഒരു ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ 15 പേര് പറയുന്നുണ്ടെന്നാണ്, 15 പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള അതൊരു ദുആയാണ്, അതുപോലെ ഒരു ദിക്റാണ്, അതൊരു ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിൻ്റെ ഇസ്മാണ്, എല്ലാമാണ് ആയത്തുൽ കുർസിയെ. പിന്നെ ഉമ്മമാർക്കൊക്കെ പ്രത്യേകം പറയാമെന്ന് പറഞ്ഞു, നല്ല ഇഖ്ലാസോടുകൂടി ഓതണം, നല്ല തഖ്വയോടുകൂടി ഓതണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുൽ കുർസിയെ നല്ലതുപോലെ ഓതി ഈ മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രി തന്നെ ഈ വർഷത്തിൻ്റെ മുഴുവൻ കാവലും നമുക്ക് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് തന്നെ ഒരുപാടായിട്ടുണ്ട്, ഒരുപാടുണ്ട് ആയത്തുൽ കുർസിയെ പറ്റി പറയാൻ. ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തിൽ തന്നെ ആയത്തുൽ കുർസി ഓതിയാൽ വലിയ നേട്ടമാണ്. നമുക്ക് വരുന്നൊരു ദിവസം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസിയെ പറ്റി തന്നെ പറയണം. അല്ലാഹു തആല ഈ ആയത്തുൽ കുർസിയെ നിത്യമായി ഓതാൻ, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ, നമുക്ക് പഠിച്ച് കാണാതെ പഠിക്കാൻ. ആയത്തുൽ കുർസിയെ കാണാതെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. അറിയില്ലാത്തവരൊന്ന് പഠിച്ചെടുക്കുക, അത് വലിയൊരു കാവലാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിനും എല്ലാത്തിനും വലിയ കാവലാണ് ആയത്തുൽ കുർസി. അല്ലാഹു തആല 70,000 മലക്കുകളെ കൊണ്ടാണ് ഈ ആയത്ത് ഇറക്കിയതെന്നാണ്. അപ്പോൾ തന്നെ ഈ ആയത്തിൻ്റെ ഒരു ശ്രേഷ്ഠത, ഒരു മഹത്വം നമ്മൾക്ക് മനസ്സിലായില്ലേ? അല്ലാഹു പടച്ചവനെ, ഈ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ അവസാനത്തെ ക്ലാസ് ആയേക്കാം. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ ഈ വർഷം എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. എന്തെല്ലാം തെറ്റുകൾ ചെയ്തു പോയോ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. കടന്നു വരുന്ന മുഹറം മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഇന്നത്തെ പ്രഥമ രാത്രി തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും നീ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയൊക്കെ നല്ലതുപോലെ ഓതാനും അത് ഓതുന്ന സമയത്ത് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടം മുഴുവനും കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113
113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.